ഹലോ ഫ്രണ്ട്സ്, ട്രിപ്പിൾ ഐ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് താങ്ക് യു വെരി മച്ച്. എന്ന വീഡിയോയിലേക്ക് പോകാം. ഞാൻ നോക്കുന്നത്, നിങ്ങൾ കൂടിച്ചേരേണ്ടവർ തന്നെയാണ്. അത്ര പവിത്രമായ റിലേഷൻഷിപ്പാണിത്. എന്താണ് നോക്കിയാലോ? നിങ്ങൾ കൂടിച്ചേരേണ്ടവർ തന്നെയാണ്. ഇതൊരു പവിത്രമായ ഒരു റിലേഷൻഷിപ്പാണ്. എന്താണ് നോക്കിയാലോ? Six of Cups, Ten of Cups, Eight of Swords, Ten of Wands, Ten of Pentacles, Page of Wands, Judgment, Four of Swords, Page of Swords, Sun card, King of Cups, Page of Cups, Ace of Pentacles, Three of Pentacles, ബോട്ടം കിട്ടിയിരിക്കുന്നത് ഹെർമിറ്റ്. അപ്പം ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് സിക്സ് ഓഫ് കപ്പ്. നിങ്ങൾ അത്രയും പാസ്റ്റ് ലൈഫിലെയുള്ള ഒരു ബന്ധമാണിത് ആണ് സിക്സ് ഓഫ് കപ്പ് പറയുന്നത്. രണ്ടുപേരും അത്രയും ഒരു ബോണ്ടിങ് ആണ്. നിങ്ങൾ ഒന്നിച്ച് സന്തോഷിച്ച ആ നിമിഷം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക. ഒരു പൂർണ്ണമായ ഒരു സന്തോഷപൂർണമായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓർമ്മയിൽ മുഴുകി നിൽക്കുന്ന ഒരു ഇതാണ്. നിങ്ങളെ ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് പഴയ ഓർമ്മകൾ വരിക, വിഷമങ്ങളിൽ ഓർമ്മിച്ച് വിഷമിക്കുകയാണ് ആ വ്യക്തി. നിങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിൽ വളരെ ഉയർച്ചയുണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു. അത്രയും ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പാണിത്. നിങ്ങൾ എന്തായാലും വീണ്ടും കൂടിച്ചേരും എന്നതാണ് ഈ സിക്സ് ഓഫ് കപ്പിന്റെ എനർജി പറയുന്നത് കേട്ടോ. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് കാണിക്കുന്നത്. അത്രക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വന്നെങ്കിൽ ആ പഴയ സന്തോഷം വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അത്രയും ഒരു നല്ല കാലം, ആ കാലത്തെയാണ് ആ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ പാസ്റ്റിലുള്ള ഓർമ്മ വീണ്ടും വീണ്ടും അയവറക്കുക എന്ന് പറയുന്നില്ല, അത് തന്നെ സംഭവം. ഓർക്കുമ്പോൾ വല്ലാത്ത വേദന. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ ഇനി തിരിച്ചു കിട്ടില്ലേ എന്നെല്ലാം ഓർത്ത് സങ്കടപ്പെടുന്നത്. ആ നല്ല നിമിഷങ്ങൾ ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. ഓർമ്മകൾ അത്രയും വിലപ്പെട്ട ഓർമ്മകളായിരുന്നു നിങ്ങൾ സമ്മാനിച്ചത് എന്നാണ് കാണിക്കുന്നത്. അതാണ് സിക്സ് ഓഫ് കപ്പ് പറയുന്നത്. ടെൻ ഓഫ് കപ്പും പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത്രയും ടെൻ ഓഫ് കപ്പ് എല്ലാം തികഞ്ഞ സന്തോഷം, നിങ്ങളും ഒത്തിട്ടുള്ള ആ സെലിബ്രേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതും അത്രയും യൂണിവേഴ്സിന്റെ അനുഗ്രഹമാണ്. അത്രയും നിങ്ങൾ തമ്മിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഫുൾഫിൽമെന്റ് ആണ്. ഓർമ്മകൾ ഓർക്കുമ്പോൾ അത്രയും സന്തോഷം കിട്ടുന്ന അത്രയും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കെല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മതിമറന്ന് ആഘോഷിക്കുകയാണ്. ഹാപ്പി ഫാമിലി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും ഒത്തിട്ടുള്ള അത്രയും സന്തോഷകരമായ ഒരു രാജയോഗം പോലത്തെ ഒരു ലൈഫാണ് ഇത് കാണിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത്രയും ടെൻ ഓഫ് കപ്പ്
യൂണിവേഴ്സ് ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ചേരുന്നതാണ്, 10 ഓഫ് കപ്പിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ കൂടിച്ചേരേണ്ടവർ തന്നെയാണ്. അപ്പം യൂണിവേഴ്സ് ടൈം ആകുമ്പോഴത്തേക്ക് 10 ഓഫ് കപ്പിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണിക്കുന്നത്. വ്യക്തി പല പദ്ധതിയും ആവിഷ്കരിച്ചിട്ടാണ് ഈ 10 ഓഫ് കപ്പിലേക്ക് എത്തിച്ചേർന്നത്. യൂണിവേഴ്സ് ഇതിനു വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പല പദ്ധതിയും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വച്ചിരുന്നു നിങ്ങൾക്ക് നൽകാൻ വേണ്ടി. നിങ്ങൾ കൂടിച്ചേരേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരമാണ് ഈ 10 ഓഫ് കപ്പിൽ എത്തിച്ചേർന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അപമാനവും ഹൃദയം പൊട്ടുന്ന വേദനയും എല്ലാം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. അപ്പം യൂണിവേഴ്സിന്റെ പ്ലാനിങ് ആണ് ഈ 10 ഓഫ് കപ്പ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ളത് ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. അതാണ് യൂണിവേഴ്സ് പ്ലാനിങ്ങിലാണ് ഈ 10 ഓഫ് കപ്പിലേക്ക് എത്തിയത്. നിങ്ങൾ തമ്മിലെ വെറുപ്പും വേദനയും എന്നാൽ എന്തെന്ന് അറിയാത്ത ഇഷ്ടവും രണ്ടുപേരും അനുഭവിക്കുകയാണ്. പേരും ഈ നിങ്ങൾ തമ്മിൽ ഇനി രണ്ടുപേരെയും കിട്ടില്ലേ എന്ന് വരെ രണ്ടുപേരും ആലോചിച്ചിട്ട് വേദനിക്കുക എല്ലാം ചെയ്യുന്നത് യൂണിവേഴ്സ് കണ്ടിന്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഈ 10 ഓഫ് കപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. യൂണിവേഴ്സ് പ്ലാനിങ് ആയിരുന്നു ഇത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഇവിടെ, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു രണ്ടുപേരും. അപ്പം നിങ്ങൾ തമ്മിൽ സ്റ്റെൻഡും പ്രശ്നങ്ങളും ആകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അത്രയും ഒരു പ്ലാനിങ് ആയ ഒരു ലൈഫ് നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് ഒരുക്കിയതായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും തമ്മിൽ പ്രശ്നമായി മാറി നിന്നാലും രണ്ടുപേർക്കും മിസ് ചെയ്ത് കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായി, എന്ത് ചെയ്യുന്നു, എന്ത് സംഭവിച്ചോ, മാറി നിന്നാൽ ടെൻഷനാണ് രണ്ടുപേർക്കും. നിങ്ങൾ തമ്മിൽ കണ്ട മാത്രമേ തന്നെ രണ്ടുപേരും അനുഭവിച്ച കാര്യം മറക്കാൻ സാധിക്കില്ല. അത്രയും മാഗ്നറ്റായിട്ട് വലിച്ചടുപ്പിക്കുകയും ആയിരുന്നു രണ്ടുപേരെയും. അത് നിന്റേതാണ് എന്ന് ആരോ പറയുന്നത് പോലെ രണ്ടുപേരും ഫസ്റ്റ് മീറ്റിൽ തന്നെ രണ്ടുപേർക്കും മനസ്സിലായി ഇത് എൻ്റെ പാർട്ട്ണറാണ് എന്ന്. ഇവിടെ സ്വന്തം കണ്ണും കൈയും കെട്ടിയിട്ടിട്ടുണ്ട്. കാല് ഫ്രീ ആണ്, വരാം, ആക്ഷൻ എടുക്കുന്നില്ല. കുറ്റബോധമാണ്, ചെയ്തു പോയതിൻ്റെ കുറ്റബോധം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പം കുറ്റബോധം കൊണ്ട് ഹൃദയം പൊട്ടുന്ന വേദന ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപമാനവും ഹൃദയം പൊട്ടുന്ന വേദനയും. അപ്പം ആ ഒരു കുറ്റബോധമാണ് ഇവിടെ കാണിക്കുന്നത്. വരാൻ പറ്റുന്നില്ല, ചെയ്തു പോയത് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ വ്യക്തിക്ക് വരാനേ കഴിയുന്നില്ല. അത്രയും പ്രശ്നം മനസ്സിന്. നെക്സ്റ്റ് 10 ഓഫ് വാണ്ടാണ്. 10 ഓഫ് വാണ്ട് ഒരുപാട് ജോലിഭാരം, ഒരുപാട് റെസ്പോൺസിബിലിറ്റി എല്ലാം ആ വ്യക്തിയുടെ തലയിലുണ്ടെന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും ഒന്നും കഴിയുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ആ വ്യക്തിക്ക് നേരിടാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ നോക്കണം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പക്ഷെ ഒരുപാട് പ്രയത്നിച്ച്, ആ വ്യക്തി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ വ്യക്തി 10 ഓഫ് പെൻഡിക്കലിലേക്ക് എത്തി. എല്ലാം നേടിയെടുക്കാനുള്ള പവറുള്ള ഒരു വ്യക്തിയാണ്. എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഭയക്കാതെ ആ വ്യക്തി അതിനെ നേരിട്ട്, എന്ത് പ്രശ്നങ്ങളും എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും അതിനെല്ലാം അവർ ധീരതയോടെ നേരിട്ടുകൊണ്ട് ആ വ്യക്തി 10 ഓഫ് പെൻഡിക്കലിലേക്ക് എത്തി. 10 ഓഫ് വാണ്ടിൽ നിന്ന് ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നേരിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ വ്യക്തി 10 ഓഫ് പെൻഡിക്കലിലേക്ക് എത്തിയത് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് വാണ്ട്. നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി നഷ്ടപ്പെടുത്തില്ല. ഒരു കാരണവശാലും ഇനി എടുത്തുചാടി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എടുത്തുചാടി എന്തെങ്കിലും നിങ്ങളെ ഹൃദയം പൊട്ടിക്കില്ല. ആ വ്യക്തി അത്രയും പ്രഷ്യസ് ആയിട്ട് ആ വാണ്ട് പിടിച്ചേക്കുന്ന കാണുന്നില്ല. അത് നിങ്ങളാണ്. ഇനി ഒരു പ്രശ്നവും വരാതെ കണ്ട്
വളരെ ശ്രദ്ധാപൂർവം കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇനി ഒരു പ്രശ്നവും വരുത്താതെ ഈ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. നിങ്ങളെ അത്രയും നിങ്ങൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് യൂണിവേഴ്സാണ് നിങ്ങളെ കണ്ടുമുട്ടിച്ചത്. നിങ്ങളെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിന്റെ പദ്ധതിയാണ് ഈ 10 ഓഫ് കപ്പും എല്ലാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിന്റെ ജസ്റ്റിസ് ആണെന്ന് കാണിക്കുന്നത്. ജഡ്ജ്മെന്റ് തളർന്നു നിന്ന നിങ്ങളെ യൂണിവേഴ്സ് തന്നെ എഴുന്നേക്കൂ. നിങ്ങളുടെ യൂണിവേഴ്സ് ടൈമിംഗ് ആയി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതാണ് ജഡ്ജ്മെന്റ്. യൂണിവേഴ്സിന്റെ ജഡ്ജ്മെന്റാണ് ഇവിടെ കാണിക്കുന്നത്. വ്യക്തി ചിലപ്പം നെഗറ്റീവ് ചിന്തകളിലേക്കെല്ലാം പോകുന്നുണ്ട്. നെഗറ്റീവ് തോട്ട്സ് വല്ലാത്ത ചിന്തിക്കണ്ടെന്ന് വിചാരിച്ചാലും ചിന്തിച്ച് വിഷമിക്കുക. നെഗറ്റീവിലേക്ക് പോവാ ചിന്തിച്ചിട്ട്. പുറസോട് എന്ന് പറഞ്ഞാൽ അത്രയും നെഗറ്റീവ് ചിന്തകളാണ്. നിങ്ങളെ എന്താണ് ചെയ്തത്? നിങ്ങളെ ചെയ്തു പോയതിൽ ആ വ്യക്തി അങ്ങേയറ്റം വിഷമിക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയില്ലേ, എങ്ങനെയാണ് മുഖത്ത് നോക്കുക, എൻ്റെ വ്യക്തിയുടെ മുഖത്ത് എങ്ങനെ നോക്കും, നല്ലുള്ള കുറ്റബോധമാണ് ആ വ്യക്തിക്ക് ഇവിടെ. പേജോസോട് അവിടെയാണ് വർക്ക് ചെയ്യുന്നെങ്കിലും ആ വ്യക്തിയുടെ നോട്ടം നിങ്ങളിലേക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങൾ ആരെ കാണുന്നു, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആയോ എന്നൊക്കെയുള്ള ചിന്തയാണ്. ആ വ്യക്തിക്ക് ഒരു സമാധാനമില്ല. നിങ്ങളെ വിട്ടിട്ട് നിൽക്കാൻ ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. നിങ്ങളെ മാത്രമാണ് ആ വ്യക്തിയുടെ പങ്കാളിയായിട്ട് ആ വ്യക്തി കണ്ടിട്ടുള്ളത്. പക്ഷേ തുറന്നു പറയില്ല. രണ്ടുപേരും വാശിയിലാണ്. അകന്ന് നിന്നിട്ട് സ്പൈ ചെയ്യുക, അതാണ് ആ വ്യക്തി ചെയ്യുന്നത്. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. സ്വപ്നം മാത്രമായി പോകുമോ എന്ന ഭയവുമുണ്ട്. രണ്ടുപേരും ഈഗോയിസ്റ്റ് ആണ്. വിട്ടുകൊടുക്കില്ല. രണ്ടുപേരും ഞാൻ ജയിക്കണം, ഞാൻ പറഞ്ഞതാണ് ശരി, അങ്ങനെ. എന്നിട്ട് അകന്ന് സെപ്പറേറ്റ് ആയിട്ടാകുമ്പോൾ ഇങ്ങനെ സ്പൈ ചെയ്യാം. എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുക്കായാലും സോഷ്യൽ മീഡിയ ആയാലും നിങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്. എത്ര അകന്നു പോയാലും അത്രത്തോളം ആഴത്തിൽ ഒന്നു ചേരേണ്ട ബന്ധമാണിത്. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചതിയെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്യൂച്ചറിൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി മാപ്പ് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പം മാറി നിന്ന് സ്പൈ ചെയ്യാണ്. നിങ്ങളെ ഒരു നിമിഷം പോലും അകന്ന് നിൽക്കാനും കഴിയില്ല. ഈഗോ ആണ്. അകന്ന് നിന്നാൽ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ്. അത്രയും ഹാപ്പിനെസ്, എല്ലാ ഫുൾഫിൽമെന്റും, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത്രയും ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ആണ്, ഒരു ആത്മബന്ധമാണ്. നമ്മുടെ സോൾ അറ്റാച്ച് ആണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുമൊത്തിലുള്ള ന്യൂ ബിഗിനിങ്. നിങ്ങൾ ആ വ്യക്തിയുടെ ലക്കിച്ചാമാണ്. ആ വ്യക്തിക്ക് എല്ലാ ഗ്രോത്തും കൊണ്ടിരുന്നത് നിങ്ങളാണ്. ഹീലിംഗ് സംഭവിക്കുന്നത് നിങ്ങളിൽ കൂടിയാണ്. സ്പിരിച്വൽ കണക്ഷൻ ആണിത്. അത്രയും സമൃദ്ധിയോടും കൂടെ സന്തോഷത്തോടും കൂടെ രാജയോഗമായിട്ട് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ സൺ കാർഡിൻ്റെ എനർജി അത്രയും പവർഫുൾ ആണ് കേട്ടോ. ഒരു കുഞ്ഞിനെ എല്ലാം ആഗ്രഹിക്കുന്നതായിരിക്കും അതെല്ലാം നടക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നത്. അത്രയും നല്ലൊരു സന്തോഷകരമായ ഒരു ലൈഫിലേക്കാണ് പോകുന്നത്. ആ വ്യക്തി പറയുന്നത് നീ എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സൂര്യനായിട്ട് ആ വ്യക്തി നിങ്ങളെ കാണുന്നത് കേട്ടോ. ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയോ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിന്റെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. എന്തൊക്കെയോ ആ വ്യക്തിക്ക് പറയാനുണ്ട് നിങ്ങളോട്. ഞാൻ ചെയ്തു പോയതാണ്, ഞാനല്ല ചെയ്തത്, എൻ്റെ മനസ്സിങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണ് എനർജി ഇവിടെ കിട്ടുന്നത് കേട്ടോ.
ഒരു നിങ്ങളുടെ ലൈഫിലെ ഇരുട് മാറി വെളിച്ചം വരുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ തമ്മിൽ മാഗ്നറ്റ് പോലെ വലിച്ചടുപ്പിക്കുകയാണ് യൂണിവേഴ്സ്. അത് നിന്റേതാണ് എന്ന് ആരോ പറയുന്നത് പോലെ ഇത്രയും നിങ്ങൾ തമ്മിൽ കണക്റ്റായി കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് പ്രശ്നങ്ങളിട്ട് തന്നെ രണ്ടിനെയും രണ്ടു വഴിക്കാക്കിയതാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. എത്ര പ്രശ്നം വന്നാലും ലൈഫിൽ എന്ത് സംഭവിച്ചാലും, എത്ര പ്രശ്നം നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നിങ്ങൾ വീണ്ടും ഒന്നാവുന്നത് എന്നാണ് യൂണിവേഴ്സ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സ് തരുന്നത്. ആ വ്യക്തിയുടെ ഹൃദയം നിറച്ച സ്നേഹമായിട്ട് ആ വ്യക്തി പിടിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ, മറ്റാർക്കും കൊടുക്കില്ല. അത്രയും ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്. അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് തുറന്ന് സംസാരിക്കണം നിങ്ങളോട്. ഒരുപാട് സ്നേഹമാണ്, ഓടി വരാനെല്ലാം തോന്നുകയാണ്. ഇതെങ്ങനെയെല്ലാം നിങ്ങളോട് പറഞ്ഞ് അവതരിപ്പിക്കണം. ഇത് നമ്മൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അത് പറയണം. കപ്പും പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു വിങ്ങിപ്പൊട്ടലെല്ലാം അങ്ങ് മാറും. ഒന്നും പറയാനില്ല, എക്സ്പ്രസ്സും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിരുന്നിട്ട് എന്ത് കാര്യമല്ലേ? ഉള്ളത് കറക്റ്റ് പറയണ്ടേ? പ്രകടമായിട്ട് തന്നെ സ്നേഹം കൊടുക്കണം, എന്നെങ്കിലല്ലേ കാര്യമുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണം ആ വ്യക്തിക്ക്. എന്നിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിൽ എത്തിക്കണം. അതാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത്. ഒരു നിഷ്കളങ്കമായ ഒരു ഇമച്യൂർഡായ ഒരു വ്യക്തിയാണ്. ഒരു പക്വതയില്ലാത്ത പ്രവൃത്തിയാണ് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹേർട്ട് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹേർട്ട് വേദനിച്ചാൽ അത് വേദനിക്കോ അങ്ങനത്തെ ഒന്നും ചിന്തയില്ലാണ്ട് എന്തെങ്കിലും എടുത്ത് ചെയ്യുമോ ആ വ്യക്തി. അതുകൊണ്ടാണ് നിങ്ങളിപ്പം വിഷമിച്ച് മാറി നിൽക്കുന്നത്. മാറി നിൽക്കുമ്പോൾ നിങ്ങളെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടി വരും. അങ്ങനെ തേടി വരുന്നൊരു വ്യക്തിനെ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ ഫ്രീ ആയി ജീവിക്കാനൊന്നും വിടില്ല. ഏസ് ഓഫ് പെന്റിക്കൽ ആ വ്യക്തിൻ്റെ അത്രക്ക് പ്രഷ്യസ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. ആ വ്യക്തിയുടെ ലൈഫിലെ പ്രഷ്യസ് ആയ വ്യക്തി നിങ്ങളാണ്. ഒരുപാട് അബണ്ടൻസും എല്ലാം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ലോട്ടറി ഭാഗ്യം പോലത്തെ എല്ലാം അടിക്കാനും ചാൻസ് ആണെന്ന് കാണിക്കുന്നത്. ഏസ് ഓഫ് പെന്റിക്കൽ എന്ന് പറഞ്ഞാൽ അത്ര ഒരു പെന്റിക്കലിൻ്റെ അബണ്ടൻസിൻ്റെ ഒരു ഒഴുക്ക് തന്നെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. 10 ഓഫ് കപ്പ്, സൺ കാർഡ്, ഏസ് ഓഫ് പെന്റിക്കൽ. അപ്പം യൂണിവേഴ്സ് പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവം ഒരുക്കി വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടികൾ വട്ടമേശ സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ഒന്നാവുമ്പോൾ അവർക്ക് സഹിക്കില്ല. അവർ വട്ടമേശ സമ്മേളനം എങ്ങനെ ഇവരെ പിടിച്ച് അകറ്റാം, ഇവരെ രണ്ട് വഴിക്കാക്കാം, ഇവരെ ഒന്ന് ചേരുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷമായിട്ട് നിൽക്കാൻ പാടില്ല. അതാണ് തേർഡ് പാർട്ടികൾ വട്ടമേശ സമ്മേളനം കൂടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് ഹെർമിറ്റാണ്. നിങ്ങളോട് ചെയ്തു പോയതിലുള്ള കുറ്റബോധം, ഭയങ്കര കുറ്റബോധത്തിലാണ് ആ വ്യക്തി. എന്തിന് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തു, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതേ അല്ല സംഭവിച്ചത്, വിചാരിക്കാത്തതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിലുണ്ടായ തെറ്റുകളെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം നിങ്ങളോടൊന്ന് തുറന്നു പറയണം. സംഭവിച്ചതൊന്നും ഞാൻ വിചാരിച്ച കാര്യങ്ങളേ അല്ല സംഭവിച്ചത്. എന്തൊക്കെയോ അത്രയും ആ വ്യക്തി കുറ്റബോധം കൊണ്ട് തല താഴ്ത്താണ്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വിഷമം പറ്റിയതിന് ആ വ്യക്തി ക്ഷമ ചോദിക്കുകയാണ്. അത്രക്ക് കുറ്റബോധം കൊണ്ട് ആ വ്യക്തി ഇനി എന്ത് ചെയ്യണം. ഒരിക്കലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റല്ല.
നിങ്ങളുടെ കണ്ണിൽ ആ വ്യക്തി ചെയ്തേക്കുന്നത്. അപ്പം ആ വ്യക്തി അതുകൊണ്ട് തല താഴ്ത്തുകയാണ്. നിങ്ങളോട് ജലസിയും അസൂയും ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒരു കെണിയിൽ പെടുത്തിയതുമാവാം അന്നും കാണിക്കുന്നു കേട്ടോ. ഇത്രയും ഒരു കുറ്റബോധം കൊണ്ട് ആ വ്യക്തി ഇത്രയും തല താഴ്ത്തണമെങ്കിൽ ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളോട് ജലസിയും അസൂയുമുള്ള ഇവിടെയുള്ള തേർഡ് പാർട്ടികൾ അവർ തന്ത്രം പ്രയോഗിച്ചിട്ട് ആ വ്യക്തിനെ ഒരു കെണിയിൽ പെടുത്തിയതാവാം. അങ്ങനെയും കാണിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ആ വ്യക്തിക്ക് ആ മുഖം താഴ്ത്തിയാണ് ആ വ്യക്തി നിൽക്കുന്നത്. കുറ്റബോധം, ഭയങ്കര കുറ്റബോധത്തില്. ക്ലാരിഫിക്കേഷൻ എടുക്കാം. ക്ലാരിഫിക്കേഷൻ ക്യൂൻ ഓഫ് കപ്പാണ്. നിങ്ങളെ തന്നെ ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യാണ്. വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിക്ക് ആ നിങ്ങളെന്ന ഓർമ്മയിൽ നിന്ന് ആ വ്യക്തി ദേഷ്യലായിട്ട് മാറി നിന്നാലും നിങ്ങളെന്ന ആ ഒരു മാഗ്നറ്റ് ആയിട്ട് വലിച്ചടുപ്പിക്കുന്ന ആ എനർജിയിൽ നിന്നും ആ വ്യക്തിക്ക് ഒന്നും മാറാൻ പറ്റുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. അത്രക്ക് സ്നേഹം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും മോചനമില്ല. രണ്ടുപേരെയും മാഗ്നറ്റായിട്ട് എന്തോ ഒരു ശക്തി വലിച്ചടുപ്പിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ലവേഴ്സാണ്. രണ്ടുപേരുടെയും ആ എനർജിയിൽ രണ്ടുപേരും അത്രക്കങ്ങ്, രണ്ടുപേരുടെ ആ മുടി കാണുന്നില്ലേ, വലിച്ച് രണ്ടുപേരുടെയും മുടികൾ തമ്മിൽ എന്തോ ഒരു ആകർഷണമായിട്ട് ചേർന്ന് പിടിക്കുന്ന കണ്ടില്ലേ, അതുപോലെ രണ്ടുപേർക്കും അടിച്ചു പിരിഞ്ഞാലും ഭയങ്കരമായിട്ട് ബോണ്ടിങ് ആയിട്ട് വീണ്ടും ദേഷ്യം അങ്ങനെ ഇങ്ങനെ എല്ലാം ആണ്. പക്ഷെ രണ്ടുപേരും വീണ്ടും അതി പവറായിട്ട് മാഗ്നറ്റായിട്ട് വലിച്ചടുപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ലവേഴ്സ്. സൺ കാർഡ് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം സൺ കാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും സക്സസ് യൂണിവേഴ്സിൻ്റെ പ്ലാനിങ്ങിൽ നിങ്ങളെ വീണ്ടും പിന്നെ യൂണിവേഴ്സ് പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് വലിയൊരു സന്തോഷകരമായ ഒരു ലൈഫ്, ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു മാഗ്നറ്റായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടിച്ചു പിരിയാൻ യൂണിവേഴ്സ് തന്നെ ഇട്ട് തരുന്ന. അപ്പോൾ നിങ്ങൾ അടിച്ചു പിരിഞ്ഞെല്ലാം വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സിൻ്റെ പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് അത്രയും രാജകീയമായ ഒരു ലൈഫ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കൽ, ആ വ്യക്തി അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കൊണ്ട് നടക്കുകയാണ്. വ്യക്തിയുടെ ഏറ്റവും പ്രഷ്യസ് ആയത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തി എല്ലാവിധ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ആവുകയാണ് കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ. ഇവിടെ കിങ് ഓഫ് കപ്പാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ആ വ്യക്തി അതിനെല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഏസ് ഓഫ് പെൻറ്റിക്കൽ, അത്ര പ്രഷ്യസ് ആയിട്ട് ആ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ഇവിടെ ഫോർ ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളെയും കൂടെ കൊണ്ട് നടക്കുകയാണ്. ഇവിടെ സിക്സ് ഓഫ് കപ്പാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത്രക്കുള്ളൊരു വിശ്വസ്തത നിങ്ങൾക്ക് മാത്രം നിങ്ങളെ വിശ്വസിക്കാൻ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ആരായാലും നിങ്ങളെ ചതിക്കോ വഞ്ചിക്കോ, നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്ര അടിച്ചു പിരിഞ്ഞാലും നിങ്ങളെ ഒരിക്കലും രണ്ടുപേരും സപ്പോർട്ടീവാണ്. എസ് ഓർന്ന് കൊടുക്കാം. എസ് ആണ് കേട്ടോ. കിങ് ഓഫ് കപ്പ് കിട്ടിയിരിക്കുന്നത് എസ് ആണ്. നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഏത് ഗോഡിൻ്റെ ബ്ലസ് ആണ് നോക്കിയാലോ. ഏത് ഗോഡിൻ്റെ ബ്ലസ്സിനാണ്?
നമുക്ക് ദുർഗാമാതാവിനെ കിട്ടിയിരിക്കുന്നത്. ദുർഗാമാതാവ് പറയുന്നത് രണ്ടുപേരും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് യൂണിവേഴ്സ് പ്ലാനിങ് ആണ്. അടിച്ചു പിരിയുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ ആരാണ്, എന്താണ് ഈ ബന്ധത്തിൻ്റെ ബോണ്ടിങ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് ദുർഗാമാതാവ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? യു വെയർ ദി ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യം നീയാണ്. ഐ ആം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കണക്ഷൻ. നമ്മുടെ ബന്ധം എനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ. എനിക്കിത് ഇനി സഹിക്കാൻ കഴിയില്ല. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് മീ. ഞാനില്ലാതെ നീ സന്തോഷവതിയാണോ? അത് നമുക്ക് അത്ഭുതമായി തോന്നുന്നു. ഐ ലവ് യു അൺകണ്ടീഷണലി. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. വി വിൽ ബി ടുഗെദർ അഗെയിൻ. നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫോർഗീവ് മീ വൺ ഡേ. എനിക്കൊരു ദിവസം എന്നോട് ക്ഷമിക്കാൻ കഴിയും. ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്. എനിക്ക് നീ ഫ്രണ്ട് മാത്രമല്ല, അതുക്കും മുകളിലാണ്. കുറച്ച് ക്ലൂസ് എടുക്കാം. UAE, അനിഴം, ആർ എൻ ഇടുക്കി, ആക്ടർ ചെന്നൈ, ട്യൂസ്ഡേ, റൗണ്ട് ഫേസ്, ലോയർ, നേഴ്സ്, ബ്ലാക്ക് ബട്ടർഫ്ലൈ, ഈഗോ, ഫുട്ബോൾ, ലോയർ, ട്വിൻ ഫ്ലൈം, ഹാൻസം, ഷോർട്ട് ടെമ്പേർഡ്, മ്യൂസിക് ലവർ, വൈറ്റ് ഷർട്ട്, കോട്ടയം ഓ, ഭരണി ഏപ്രിൽ, രാജസ്ഥാൻ, UK, ദുബായ്, ടൂറിസ്റ്റ്, ഫാമിലി ലവർ, ലോർഡ് കൃഷ്ണ, വൈറ്റ് ബട്ടർഫ്ലൈ, മകം, സെപ്റ്റംബർ, സെഡ്, ലോങ് ഡിസ്റ്റൻസ്, 888, മെഡിറ്റേഷൻ, 1996, ശിവപാർവതി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.